നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ പുണർതം കാല പൂയം ആയില്യം കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ പുണർതം കാല പൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി വരെ സൂര്യൻ 11-ലാണ് നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധികൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ധനം വന്നു ചേരുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക. സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശുഭകർമ്മഫലം, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. അതായത് 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് കർക്കിടകക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു 15-ാം തീയതി വരെ. 15-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതായിട്ടുള്ള, അതായത് 11-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ശുഭകർമ്മ ഫലം ഇല്ലാത്തൊരു ഫലത്തെയാണ് 12-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണല്ലോ. ആരും മോശഫലം വന്നു ചേരാനായിട്ട് ഒരു കാര്യവും ചെയ്യില്ല. അപ്പൊ 12-ലേക്ക് വരുമ്പോൾ സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നല്ല ഫലം നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ചൊവ്വ 10-ലാണ് നിൽക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അതായത് നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടായതുകൊണ്ട് തന്നെ 10-ാം ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ പല വിധത്തിലും ദ്രവ്യലാഭം വന്നു ചേരുക. അതായത് ഒരു തരത്തിൽ മാത്രമല്ല, പല വിധേന ധനം വന്നു ചേരുക. അപ്പോൾ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു സൂചനയുണ്ട്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്കും ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, നല്ല ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 11-ലാണ് ബുധൻ നിൽക്കുന്നത് 15-ാം തീയതി വരെ. 11-ൽ ബുധൻ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. ഗൃഹസ്ഥരായിട്ടുള്ള പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. ബന്ധുജന സഹവാസം. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് 15-ാം തീയതി വരെ ബുധൻ 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. വ്യാഴം 11-ലാണ് നിൽക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് കഴിഞ്ഞ വ്യാഴമാറ്റത്തോടു കൂടി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി, നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവ്. അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നിലനിൽക്കുന്ന സ്ഥാനത്തൊന്നും ഉയർച്ച ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ തൊഴിൽപരമായിട്ട് പ്രൊമോഷൻ ലഭിക്കുന്ന വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 13-ാം തീയതി വരെ ശുക്രൻ 11-ൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ശുക്രൻ 11-ൽ നിൽക്കുമ്പോൾ പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 12-ലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെ തന്നെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്, മോശഫലമല്ല. പൊതുവെ 12-ൽ നിൽക്കുമ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിക്കുക. പക്ഷെ ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി തന്നെയാണ്, ദ്രവ്യ സമൃദ്ധി തന്നെയാണ് പറയുന്നത്. കുറച്ചു കാലമായിട്ട് 8-ൽ നിൽക്കുന്ന ശനിയാണ് കർക്കിടകക്കൂറുകാർക്ക് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നത്. ഒരു ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നു. വ്യാഴത്തെ കൊണ്ട് വളരെ ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ ശനിയെ കൊണ്ട് കുറച്ച് ദൈവാധീന കുറവിനെ സൂചിപ്പിക്കുന്നു. പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കലഹം വന്നു ചേരുക. ചെറിയ രീതിയിലുള്ള കലഹം വലിയ രീതിയിലൊക്കെ പോവാതെ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ചെലവുകൾ കൂടുക. അതേപോലെ തന്നെ ഓരോ രോഗദുരിതങ്ങളെ ഇടവിട്ട് ഇങ്ങനെ വന്നു ചേരുക. അപ്പൊ ഈ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ശനൈശ്വരായ നമഃ എന്നുള്ള നാമൊക്കെ ജപിക്കുക. എന്തായാലും നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും മോശഫലങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്
ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉപായമാണ് ഈ കലികാലത്ത് നാമജപം. രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു 10 മിനിറ്റ് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തിയാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഗംഭീര ഫലങ്ങളുണ്ട്. നാമം ജപിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വന്നു ചേരും. ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വന്നു ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ശ്രദ്ധയുള്ള മനസ്സ് വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ശ്രദ്ധ വന്നു ചേരും. ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യുമ്പോഴോ നല്ല ഫലം നമുക്ക് വന്നു ചേരും. നല്ല ഫലം വന്നു ചേരുമ്പോഴോ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും, നല്ല സന്തോഷം വന്നു ചേരും. അപ്പം നമുക്ക് സന്തോഷം വന്നു ചേർന്ന് കഴിഞ്ഞാലോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം വന്നു ചേരും. നമ്മളുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. അപ്പം നമ്മളിപ്പോൾ ആകെ ചെയ്തത് എന്താ? നാമം ജപിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് നാമം ജപിച്ചാൽ തന്നെ ഇത്രയധികം നല്ല ഫലം നമുക്ക് വന്നു ചേരുമെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള ഫലമാണ് നമുക്ക് നാമജപം കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കൂ. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.